പ്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിമാനമായി, കരുതലിൻ്റെ കൈത്താങ്ങായി 35 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് വെല്ലൂർ സ്നേഹഭവൻ. മദ്രാസ് ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സക്കറിയാമാർ ദീവന്നാസോസ് തിരുമേനിയുടെ ദീർഘവീക്ഷണമാണ് സ്നേഹഭവൻ്റെ അടിത്തറ. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് സമീപത്തായി 1984 10.5 സെൻറ്റ് സ്ഥലം മദ്രാസ് ഭദ്രാസനം വാങ്ങി. പല പ്രതിസന്ധികളെയും അതിജീവിച്ച് 8 മുറികളുള്ള കെട്ടിടം അന്നത്തെ തമിഴ്നാട് ഗവർണറും മലങ്കര ഓർത്തഡോക്സ് സഭാംഗവുമായ ഡോക്ടർ PC അലക്സാണ്ടർ നാടിന് സമർപ്പിച്ചു. വെല്ലൂരിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ ആശ്രയ കേന്ദ്രമായി മാറിയ സ്നേഹഭവൻ ഇന്ന് 60-ൽ പരം മുറികളുള്ള വലിയ പ്രസ്ഥാനമായി വളർന്നു എന്നത് മലങ്കര സഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ നേർസാക്ഷ്യമാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ അത്യാധുനിക വിഭാഗം കാണികാപുരം എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. ആശുപത്രിയോട് ചേർന്ന് മദ്രാസ് ഭദ്രാസനം വാങ്ങിയ 50 സെൻറ്റ് സ്ഥലത്ത് സ്നേഹഭവൻ്റെ ഫേസ് 2 ഉയരുകയാണ്. 5 നിലകളിലായി 72 മുറികളും ചാപ്പലും കാൻറ്റീനും പാർക്കിംഗ് സൗകര്യങ്ങളും അടക്കം 15 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. പദ്ധതി പൂർത്തീകരണത്തിന് ഇനി 10 കോടി രൂപയോളം വേണ്ടിവരും. സുമനസ്സുകളുടെ സഹായവും സഹകരണവും ഈ സംരംഭത്തിനൊപ്പം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. രോഗബാധിതരായി വെല്ലൂരേക്ക് വരുന്നവർക്ക് സ്വന്തം വീട് പോലെയാണ് നമ്മുടെ സ്നേഹഭവൻ. ആത്മീയ സേവനത്തിൻ്റെ 35 വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്നേഹഭവൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഏവരുടെയും പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണം. കരുണ പറ്റാത്ത ഉറവയായി വെല്ലൂരിലെ അഭയകേന്ദ്രമായി സ്നേഹഭവൻ മാറട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.